എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെക്കുറിച്ച് തന്നെ പറയാനാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ നാട് എവിടെയാണ്, ഞാൻ എന്തിനെ കുറിച്ചാണ് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഞാൻ പറയുകയാണ് എന്നെക്കുറിച്ച്. അപ്പം എൻ്റെ പേര് അഞ്ജന എന്നാണ്, അഞ്ജന ജിജോരാജ് എന്നാണ് എൻ്റെ പേര്. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് കുഞ്ചു ബേബി എന്നാണ്. കുഞ്ചു എന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ, കുഞ്ചു. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് ബേബി ഉണ്ട്. അപ്പോൾ ഞാനും ബേബിയാണ് കൂടുതലും ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ചു ബേബി എന്നിട്ടത് കേട്ടോ. പിന്നെ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉള്ളത് യുഎയിലാണ്. യുഎയിൽ ദുബായ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്കും ഹസ്ബൻഡിനും ഇവിടെ ജോലിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് പത്തനംതിട്ട ജില്ലയിൽ പന്തളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, കൊരമ്പാല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. പിന്നെ എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് പെരുമ്പാവൂരാണ് എൻ്റെ വീട്. ഞാൻ പഠിച്ചതൊക്കെ എറണാകുളത്ത് തന്നെയാണ് കേട്ടോ. എം.കോം വരെയാണ് ഞാൻ പഠിച്ചത്. പഠിത്തം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എൻ്റെ വിവാഹം നടക്കുമായിരുന്നു കേട്ടോ. പഠിത്തം കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും വിവാഹം കഴിയുക ചെയ്തത്. നാട്ടിൽ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ ഒരു ജോലിയാണ്, ഒരു അക്കൗണ്ടൻ്റായിട്ട് ഒരു ഷോപ്പിൽ ജോലി ചെയ്യുമായിരുന്നു. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത്. അതിനുശേഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മാസം അവിടെ ഇങ്ങോട്ട് ഒരു കണ്ണാശുപത്രി ഉണ്ടല്ലോ, ഐ കെയറിൻ്റെ ഒരു ഹോസ്പിറ്റൽ, ഞാൻ കണ്ണടയുടെ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് ഞാൻ അക്കൗണ്ടൻ്റായിട്ട് അവിടെയും വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് എനിക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ 1 മാസത്തിനുള്ളിൽ എനിക്ക് ജോലിയായിട്ടോ ഭാഗ്യത്തിന്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇവിടെ സെറ്റിൽഡാണ്. ഞാനിവിടെ അക്കൗണ്ടൻ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് വന്ന ആ കമ്പനിയിൽ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യണത്. ഞാനിപ്പോൾ ഒരു 6 വർഷത്തിന് മേളിലായിട്ട് ഒരേ കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2019 മാർച്ച് 2-ാം തീയതിയാണ് കേട്ടോ ഞാൻ വന്നത്. അന്ന് പോലെ ഇന്ന് വരെ ഞാൻ നാട്ടിൽ പോയിട്ടില്ല. ഒറ്റ പ്രാവശ്യം നാട്ടിൽ പോയിട്ടുള്ളൂ. ഈ ഒരു വർഷം 2024 ഫെബ്രുവരി മാസത്തിൽ ഒരു 10 ദിവസത്തേക്ക് നാട്ടിൽ പോയി. അതല്ലാണ്ട് ഈ ഒരു 5-6 വർഷമായിട്ട് നാട്ടിലേ പോയിട്ടില്ല കേട്ടോ. എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നാടും നാട്ടുകാരും, പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഫാമിലി മാത്രമാണ്, ഞങ്ങൾ 3 പേര് മാത്രമാണ് ഇപ്പോൾ. ഫ്രണ്ട്സ് വേറെ ആരുമില്ല. ഞാനെന്ന് വെച്ചാൽ എൻ്റെ പഠിത്തം കഴിഞ്ഞൊരു പറഞ്ഞല്ലോ, പഠിത്തം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. അതൊരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു വിവാഹം. ലവ് മാരേജ് ആയിരുന്നു എൻ്റെത്. അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നിറച്ച് ഫ്രണ്ട്സുള്ള ഒരാളായിരുന്നു. പിന്നെ എനിക്ക് ആ കോണ്ടാക്ട്സ് ഒന്നും സൂക്ഷിക്കാൻ പറ്റിയില്ല. എൻ്റെ തെറ്റാണ് കേട്ടോ. കാരണം എൻ്റെ തിരക്കുകളും കാര്യങ്ങളിലൊക്കെ ഇടയിൽ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നമ്പർ പോയി, പിന്നെ ഇവിടുത്തെ നമ്പറായി. അന്നൊന്നും അത്ര ഞാൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലോ ആക്റ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവരായിട്ട് യാതൊരു കോണ്ടാക്റ്റും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്നെ മനസ്സിലാവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാവരോടും വളരെ എന്താ പറയുക കോണ്ടാക്ട്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാവരും എനിക്ക് മിസ്സായിപ്പോയി. പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. ഞാനും ഹസ്ബൻഡും പിന്നെ ഞങ്ങൾക്കൊരു 1.5 വയസ്സായ മോളുണ്ട്. മോളുടെ പേര് ഐശ്വര്യ എന്നാണ്, ഐഷു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്യാണ്, ആളുടെ പേര് ജിജോരാജ് എന്നാണ്. ഞങ്ങൾ 3 പേരുമാണ് ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഫാമിലിയൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എനിക്ക് ഫാമിലി പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായൊരു പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാവരും ജീവനോടെയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെ തിരക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹകരിച്ച് പോകാനോ ഇത്രയും നാളായിട്ട് പോലും അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ മോള് ഇവിടെ ആയിട്ടോ ഉണ്ടായത്.
അതിന് പോലും എനിക്ക് നാട്ടിൽ പോകാനോ ഒന്നിനും പറ്റിയിട്ടില്ല. എൻ്റെ മോളൊന്നും എടുക്കാൻ കൂടി ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ജോലിക്കും പോകണം. എൻ്റെ മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് വരെ ഞാൻ ജോലിക്ക് പോയിരുന്നു. 9ാമത്തെ മാസം വരെ ഞാൻ ജോലിക്ക് പോയിരുന്നു കേട്ടോ. പ്രസവത്തിന് വേണ്ടി മാത്രമാണ് ഞാനൊരു 3 മാസം ലീവ് എടുക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞും ഒരാൾ പോലും എനിക്ക് ഹെൽപ്പിനോ അല്ലെങ്കിൽ എൻ്റെ മോളെ കാണാൻ പോലും ഒരു പ്രാവശ്യം ഒന്ന് എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് പാമ്പേഴ്സ് മാറാൻ കൂടി ഒരാളും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആൾക്കാരോടൊക്കെ സംസാരിക്കാനും പിന്നെ ഒത്തിരി ബന്ധുക്കാരുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ പറയുക, നമ്മുടെ സാഹചര്യം ഇതായതുകൊണ്ട് അവരെ എന്താ പറയുക, ചില ആൾക്കാർ അങ്ങനെയല്ലേ ഇരിക്കും, വളരെ സ്വാർത്ഥരല്ലേ ഇരിക്കും. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് അവരാരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ, വളരെ ഹാപ്പിയാണ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ. മാരേജ് ചെയ്തിട്ടുള്ള ഏകദേശം എല്ലാവരുടെയും ഏകദേശം ഒരേ സ്റ്റോറി തന്നെ ആയിരിക്കും. ഞങ്ങളുടെ ഒരു സ്റ്റോറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നാളായിട്ടും ഏകദേശം 6 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട്, പക്ഷെ ഇത്രയും നാളായിട്ടും വീട്ടുകാർക്ക് ആർക്കും നമ്മളെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ലവ് സ്റ്റോറിയൊക്കെ ഒരു വലിയ സ്റ്റോറി കേട്ടോ, ഒരുപാട് പറയാനുണ്ട്. അപ്പം നിങ്ങൾക്ക് അതറിയണമെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പിന്നീട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ് എന്നെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് അറിയിച്ചാൽ മതി, ഞാൻ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് തുടർന്ന് വീഡിയോ കൂടെ കാണാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തുടർന്ന് നല്ലൊരു സപ്പോർട്ട്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.